ഇന്ന് നമുക്ക് മുരിങ്ങക്കായ കൊണ്ടുള്ള ഒരു തോരൻ തയ്യാറാക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മുരിങ്ങക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. അത് അളവ് എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും എടുത്താൽ മതി. ഞാനിവിടെ ഒരു 5-6 മുരിങ്ങക്കായാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിനോട് ചേർക്കാനായിട്ട് ഒരു തേങ്ങയുടെ പകുതിയും ഒരു സവാളയും 3 പച്ചമുളകും 5-6-7 ചുവന്നുള്ളിയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് മഞ്ഞൾപ്പൊടിയും ഉപ്പും വെളിച്ചെണ്ണയുമാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ സവാള ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം, പച്ചമുളകും അരിഞ്ഞെടുക്കണം, പിന്നെ ചുവന്നുള്ളി നമ്മൾ ചതച്ചാണ് എടുക്കുന്നത്. തേങ്ങ നമ്മൾ ചിരണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ മുരിങ്ങക്ക ഒന്ന് പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിലെ ആ ഫ്ലഷ് ആയിട്ടുള്ള ഭാഗം നമുക്കൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് ചിരണ്ടി എടുക്കാം. അതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഒന്ന് പൊളിച്ചിട്ട് എടുത്താൽ മതി. ഒരുപാട് മൂക്കാത്ത മുരിങ്ങക്കായ വേണം എടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മളിത് തോരൻ വെക്കുമ്പം അതിൻ്റെ ഉള്ളിലെ ആ കായ അത് കടിക്കുമ്പോൾ കട്ടിയായിട്ടിരിക്കും. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുരണ്ടി എടുത്താൽ മതി. മുരിങ്ങക്കായ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ്. നമ്മൾ സാധാരണ മുരിങ്ങക്കായ കൊണ്ട് സാമ്പാർ ഉണ്ടാക്കും, അല്ലെങ്കിൽ അവിയൽ ഉണ്ടാക്കും, അല്ലെങ്കിൽ മുരിങ്ങക്കായ കൊണ്ട് നമ്മൾ തീയലും ഉണ്ടാക്കാറുണ്ട്. പക്ഷെ തോരൻ അങ്ങനെ അധികം ആരും ഉണ്ടാക്കാറില്ല എന്ന് തോന്നുന്നു. ഇതിങ്ങനെ സ്പൂൺ കൊണ്ട് ചുരണ്ടി എടുക്കുമ്പം അതിൻ്റെ ആ നാരൊന്നും ഇല്ലാതെ വേണം എടുക്കാനായിട്ട്. ഇതുപോലെ ബാക്കിയുള്ള മുരിങ്ങക്ക എല്ലാം നമുക്ക് പൊളിച്ചിട്ട് അതിൻ്റെ അകത്ത് ഫ്ലഷ് എടുക്കാം. നമ്മളിപ്പോൾ മുരിങ്ങക്കായുടെ എല്ലാം അകത്തെ ഫ്ലഷ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കുറച്ച് വലുതായിട്ടാണ് ഇരിക്കുന്നത്, വലിയ കഷ്ണങ്ങളായിട്ടാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ തോരന് ചെറിയ പീസസ് അല്ലേ വേണ്ടത്, അപ്പം വലിയ കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്ത് നമുക്ക് ചെറുതാക്കി എടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു തോരനാണ്. 5 മിനിറ്റ് മതി ഇത് റെഡി ആയിട്ട് കിട്ടാനായിട്ട്. ഇപ്പോൾ നമ്മൾ ആ മുരിങ്ങക്കായുടെ വലിയ കഷ്ണങ്ങളെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് വേണമെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിത് തീരെ കനം കുറച്ചൊന്ന് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കയ്യിൽ വെച്ച് അരിഞ്ഞെടുക്കുന്നത്. കട്ടിംഗ് ബോർഡിൽ വെക്കുമ്പോൾ എനിക്ക് ഇത്രയും ചെറുതായിട്ട് കിട്ടില്ല. ഇപ്പം നമ്മൾ സവാളയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പച്ചമുളക് നല്ല എരിവുള്ളതാണ്, അതുകൊണ്ട് ഞാനിവിടെ 2 പച്ചമുളക് ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. അത് അരിയുമ്പോൾ തന്നെ ആ എരിവിൻ്റെ ഒരു കുത്തല് വരുന്നുണ്ട്. ചുവന്നുള്ളി ഒന്ന് നമുക്ക് ചതച്ചെടുത്തിട്ട് വരാം. ചുവന്നുള്ളി നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്, അത് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ബാക്കിയുള്ളതെല്ലാം കൂടി നമുക്ക് ഒന്നിച്ചൊന്ന് മിക്സ് ചെയ്യാം. മുരിങ്ങക്കായും പച്ചമുളകും സവാളയും കറിവേപ്പില ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്തോളുക. എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. ഇതിലേക്ക് നമ്മൾ ഒരു തേങ്ങയുടെ പകുതി മുറി തേങ്ങ ചിരണ്ടിയതാണ്, അതും ചേർക്കാം. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമ്മൾ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതൊരു നാടൻ തോരൻ കറിയാണ്, അപ്പം നമ്മൾ ഇതൊക്കെ വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പം ഞാൻ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർക്കാം. ചുവന്നുള്ളി ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും തേങ്ങയും എല്ലാം കൂടെയുള്ള മിക്സ്, മുരിങ്ങക്ക എല്ലാം കൂടെയുള്ള മിക്സ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. 5-6 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട്. ഇനി ഇത് അടച്ചു വെക്കാം.
അടച്ചു വെച്ചിട്ട് ഇടയ്ക്ക് ഇത് തുറന്ന് ഇളക്കി കൊടുക്കുകയും വേണം. നമ്മുടെ മുരിങ്ങക്കായ തോരൻ ഇപ്പം പാകത്തിന് വെന്തിട്ടുണ്ട്. ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കുക. പാകമല്ല എന്നുണ്ടെങ്കിൽ അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ്. അപ്പം ഇനി മുരിങ്ങക്കായ വാങ്ങുമ്പോൾ ഇങ്ങനെ ഒന്ന് തോരൻ വെച്ച് നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ ഒന്ന് അറിയിക്കുക. പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.